ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അവഗണനകൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെയായിരിക്കും. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ ഇങ്ങനെ എന്നോട് സംഭവിക്കുന്നത്? പിന്നെ ആ കുറവുകളെ നികത്താനും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തന്നെ ഇംപ്രസ് ചെയ്യാനും പരിശ്രമങ്ങളുടെ ഒരു ബഹളമായിരിക്കും. അങ്ങനെ ജീവിതത്തിലുടനീളം ഒരാളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയ ഒടുവിൽ കർത്താവ് മാത്രമാണ് ആശ്രയമെന്ന് തിരിച്ചറിഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ലയ. യാക്കോബിന്റെ ആദ്യ ഭാര്യ ലയ. ജീവിതത്തിൽ ജനിച്ചതു മുതൽ ഒത്തിരിയേറെ അവഗണനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ലയയുടേത്. തിരുവചനം പറയുന്നു, ലയ സുന്ദരിയായിരുന്നില്ല, ലയയുടെ കണ്ണിന് ശോഭ കുറവായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരി സുന്ദരിയും മനോഹര രൂപിയുമായിരുന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ യാക്കോബിന് റാഹേലിനോട് പ്രേമം ജനിച്ചു. മൂത്തവളായിരുന്നിട്ട് പോലും അപ്പനിൽ നിന്നോ സ്വന്തം സഹോദരിയിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ സ്നേഹം ലഭിക്കാതെ ആദ്യം മുതൽ അവഗണനയുടെ മധ്യത്തിൽ ജീവിച്ച ഒരു പാവം പെൺകുട്ടി. വിവാഹപ്രായമെത്തി ഇഷ്ടമില്ലാത്ത പുരുഷനെ കൊണ്ട് അപ്പൻ തന്ത്രത്തിൽ മകളെ വിവാഹം കഴിപ്പിക്കുന്നു. എല്ലാവരെയും പോലെയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും അവഗണനകൾ മാത്രം. യാക്കോബ് ഒരിക്കലും ലയയെ സ്നേഹിച്ചിട്ടില്ല. കണ്ണുനീരോടെ വേദനയോടെ ലയയുടെ ജീവിതം ആരംഭിച്ചു. എന്നാൽ ലയ അനിഷ്ട എന്ന് കണ്ട് ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു, അവൾക്കൊരു മകനെ നൽകി. യഹോവ എന്നെ കണ്ടു എന്ന് പറഞ്ഞ് ആ മകന് ലയ രൂബേൻ എന്ന് പേരിടുന്നു. രണ്ടാമതും കർത്താവ് അവളുടെ ഉദരത്തെ തുറക്കുന്നു, അവൾക്കൊരു മകനുണ്ടാകുന്നു. ആ മകന് കർത്താവ് ഞാൻ അനിഷ്ട എന്ന് കണ്ടു, എനിക്ക് ഒരു മകനെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മകന് ശിമയോൻ എന്ന് പേരിടുന്നു. മൂന്നാമതും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു. ഈ പ്രാവശ്യം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞ് ആ മകന് ലേവി എന്ന് പേരിടുന്നു. ഈ 3 പ്രസവത്തിങ്കിലും അവൾ ആഗ്രഹിച്ചതുപോലെ അവളുടെ ഭർത്താവ് അവളിലേക്ക് മടങ്ങി വന്നില്ല. 4ാമത് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് ആ മകന് യഹൂദ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവഗണനകളുടെ മധ്യേ മനുഷ്യരിൽ നിന്ന് പ്രീതി പിടിച്ചു പറ്റാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ പോയപ്പോൾ ലയയ്ക്ക് മനസ്സിലായി, മനുഷ്യരെ അല്ല സ്വർഗത്തിലെ ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കേണ്ടത്. ആ തിരിച്ചറിവ് ലയയുടെ ജീവിതം തന്നെ മാറ്റി. ലയയുടെ ജീവിതത്തിൽ കർത്താവ് വന്നതോടെ, കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയതോടെ, കർത്താവിന് സ്ഥാനം കൊടുക്കാൻ തുടങ്ങിയതോടെ ലയയുടെ ജീവിതം മാറുന്നു. യാക്കോബ് ജീവിതത്തിൽ ഒരിക്കലും ലയയെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരുവചനം നാം വായിക്കുമ്പോൾ റാഹേൽ വഴിയിൽ വെച്ച് മരിക്കുകയും വഴിയരികെ ബത്ലഹേമിലേക്ക് പോകുന്ന വഴിയരികിൽ റാഹേലിനെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ലയയെ അബ്രഹാമും സാറായും അടക്കപ്പെട്ടെടുത്ത്, ഇസഹാക്കും റബേക്കയും അടക്കപ്പെട്ടെടുത്ത് ലയയും അടക്കം ചെയ്തതായി തിരുവചനം പറയുന്നു. മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ യാക്കോബിന്റെ ഒരാഗ്രഹം ഇതായിരുന്നു, എൻ്റെ അപ്പനും എൻ്റെ പൂർവ്വപിതാക്കളും മരിച്ചടക്കപ്പെട്ടെടുത്ത് എൻ്റെ ഭാര്യയായ ലയയെ അടക്കിയെടുത്ത് എന്നെയും അടക്കം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ താമസിച്ചേക്കാം. ഭൂമിയിൽ നമുക്ക് ചിലപ്പോൾ അത് കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം വരും. ഭൂമിയിലെ സന്തോഷങ്ങൾക്കോ ഭൂമിയിലെ സമ്പത്തിനോ ഭൂമിയിലെ പദവികൾക്കോ അല്ല. ക്രിസ്തീയ ജീവിതം ഫോക്കസ് ചെയ്യുന്നത് സ്വർഗഭണ്ഡാരത്തിലെ അനുഗ്രഹങ്ങൾക്കാണ്. എല്ലാറ്റിലും ഉപരി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുഖം കാണേണ്ടതിനാണ്. യേശു കർത്താവിനെ മാത്രം ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങാം. ഗോഡ് ബ്ലെസ് യു.